നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് വെള്ളിയാഴ്ച ജുമുഅക്ക് അറബി ഭാഷയിൽ 2 ഖുത്ബ ഓതി. അറബി ഭാഷയിലാണ് ജുമുഅ നിസ്കരിച്ചത്. അതിന്റെ ഭാഷ മാറ്റിയാൽ റസൂലുള്ളാഹി ജുമുഅ നിസ്കരിച്ചതുപോലെ അല്ല. റസൂലുള്ളാഹി ഏത് ഭാഷയിൽ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു? റസൂലുള്ളാഹി ഏത് ഭാഷയിൽ ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചോ? റസൂലുള്ളാഹി ഏത് വെള്ളം കൊണ്ട് ഒതുവെടുത്തോ? റസൂലുള്ളാഹി എങ്ങനെ ഔറത്ത് മറച്ചോ? അല്ലാഹുവിന്റെ റസൂൽ ഏത് ഭാഷയിൽ നിസ്കരിച്ചോ? റസൂലുള്ളാഹി ഏത് ഭാഷയിൽ ഖുത്ബ നടത്തിയോ? ആ നിലക്ക് തന്നെ നടത്തിയെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ ആകുന്നുള്ളൂ. റസൂലുള്ളാഹി പറയുന്നു സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചതാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിച്ചോളണം. ഞാൻ അറബി ഭാഷയിൽ ഖുത്ബ ഓതി അറബിയിൽ നിസ്കരിച്ചു, അതേ അറബിയിൽ തന്നെ ഖുത്ബ ഓതി അറബിയിൽ നിസ്കരിച്ചോളണം. ഈ ഹദീസാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദമിൽ ഖുത്ബ അറബിയിൽ തന്നെ ആകണമെന്നതിന് റസൂലുള്ളാഹിന്റെ ഈ തീരുമാനമാണ് തെളിവായി പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിധിയെ മറികടന്നുകൊണ്ട്, റസൂലുള്ളാഹിന്റെ വിധിയെ ധിക്കരിച്ചുകൊണ്ട് ഖുത്ബ ഏത് ഭാഷയിലും ആകാമെന്ന് മറ്റൊരു വിധി വന്നാൽ ഖുർആൻ പറയുന്നു ഫലാ വറബ്ബിക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. നബിയേ, സത്യവിശ്വാസികൾക്കിടയിൽ പ്രശ്നമുള്ള വിഷയത്തിൽ തങ്ങളുടെ വിധി അംഗീകരിക്കാത്ത മനുഷ്യൻ മുഅ്മിനീങ്ങളിൽപ്പെട്ടവനല്ല, സത്യവിശ്വാസികളിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിയെ അംഗീകരിക്കുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുക. ഇതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിച്ചു തന്നതുണ്ട്, ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചതുണ്ട്, ചില കാര്യങ്ങൾ വ്യക്തമായി പറയാതെ വ്യംഗ്യമായി പറഞ്ഞതുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാവരും റമളാനു ശരീഫിൽ നിങ്ങൾ എല്ലാ മുസ്ലിമീങ്ങളും ഇശാഇന്റെ ശേഷം പള്ളിയിൽ ഒരുമിച്ച് കൂടി എല്ലാ മുസ്ലിമീങ്ങളും തറാവീഹ് നിസ്കാരം നിസ്കരിക്കണമെന്ന് ഒരു പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചതായി കാണുകയില്ല. മറിച്ച് റമളാനു ശരീഫിൽ ഒരു പ്രത്യേക നിസ്കാരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വസനന്തു ലക്കും ഖിയാമഹു, റമളാനിലെ പ്രത്യേക നിസ്കാരം നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കി എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. എന്റെ മുസ്ലിമീങ്ങൾ ഒരു കാര്യം ശരിക്കും ഇവിടെ മനസ്സിലാക്കണം. റസൂലുള്ളാഹി 3 ദിവസവും നിസ്കരിച്ചത് ഇശാഇന്റെ ശേഷമാണ്, ഉറങ്ങുന്നതിന് മുമ്പാണ്. അല്ലാഹുവിന്റെ റസൂൽ തറാവീഹ് നിസ്കരിച്ചത് ഇശാഇന്റെ ശേഷമാണ്, ഉറങ്ങുന്നതിന് മുമ്പാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം. അതുപോലെ തന്നെ തിർമിദി നോക്കിയാൽ കാണാം, ഇബ്നു മാജ നോക്കിയാൽ കാണാം, നസായി നോക്കിയാൽ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശാ നിസ്കരിച്ചതിന്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പാണ് 3 ദിവസവും തറാവീഹ് നിസ്കരിച്ചത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഇശാഇന്റെ ശേഷം തറാവീഹ് നിസ്കരിക്കാൻ കാരണം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെങ്കിൽ വിത്ർ നിസ്കാരം തഹജ്ജുദിന്റെ സമയത്തേക്ക് ബിന്ദിക്കലവന് സുന്നത്താണ്. തറാവീഹ് ഉറക്കിന്റെ ശേഷത്തേക്ക് ബിന്ദിക്കൽ സുന്നത്തില്ല. ഫത്ഹുൽ മുഈനിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഫതാവയിൽ എഴുതിയത് കാണാം, ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഇശാ നിസ്കരിച്ച ഉടനെയാണ് തറാവീഹ് നിസ്കരിച്ചത്. അതുകൊണ്ട് തറാവീഹിന് ഏറ്റവും ഉത്തമമായ സമയം ഇശാഇന്റെ ശേഷമാണ്. സുബ്ഹിയോടടുത്ത സമയത്തേക്ക് അത് പിന്തിക്കുകയല്ല വേണ്ടത്. ഫതാവൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട ഹലീമി റഹ്മത്തുള്ളാഹി തങ്ങളുടെ വാചകം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും തറാവീഹ് നിസ്കരിച്ചിരുന്നത് ഇശാഇന്റെ ഉടനെയാണ്. എന്നാൽ
നമ്മുടെ എതിരാളികൾ സാധാരണ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 വർദ്ധിപ്പിച്ചില്ല എന്ന് പറയുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ പറഞ്ഞ നിസ്കാരം എപ്പോഴുള്ള നിസ്കാരമാണ്? അത് ഇശാഇന്റെ ശേഷമുള്ള തറാവീഹിനെ കുറിച്ചല്ല, മറിച്ച് ഉറക്കിന്റെ ശേഷം നിസ്കരിച്ച തഹജ്ജുദിനെ പറഞ്ഞ ഹദീസാണത്. അത് സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസിന്റെ നേരെ മേലെയുള്ള ഹദീസിൽ തന്നെ കാണാം. ബാബു മൻ നാമ അവ്വലഹു വയഖൂമു ആഖിറഹു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയുടെ അവസാദ്യത്തിൽ ഉറങ്ങിയിട്ട് അവസാനം നിസ്കരിക്കുന്ന പതിവുണ്ട്. ആ നിസ്കരിക്കുന്ന പതിവിനെ സംബന്ധിച്ച് ആയിഷ ബീവി പറയുന്നു, കാന യനാമു അവ്വലഹു വയഖൂമു ആഖിറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ രാത്രി സമയത്ത് ആദ്യം ഉറങ്ങിയിട്ട് അവസാനം നിസ്കരിക്കലാണ് സാധാരണ പതിവ്. അപ്പൊ സാധാരണ റസൂലുള്ള നിസ്കരിക്കുന്ന നിസ്കാരം ഇശാ നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കരിച്ച് കിടന്നുറങ്ങിയതിന് ശേഷം പാതിരക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമുണ്ട്. അതാണ് 11 വർദ്ധിപ്പിക്കാറില്ലെന്ന് പറഞ്ഞത്. ഈ തറാവീഹ് നിസ്കാരം ആ ഉറക്കിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമല്ല. അല്ലാഹുവിന്റെ റസൂൽ ഇശാ നിസ്കരിച്ച ഉടനെ നിസ്കരിച്ച നിസ്കാരമാണ്. സഹാബത്ത് ഇശാഇന്റെ ഉടനെ നിസ്കരിച്ച നിസ്കാരമാണ്. ആ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പാക്കി. 3 ദിവസം കൊണ്ട് നിർത്തി. പിന്നീട് ഫർളാകുമെന്ന് പേടിച്ച് നിർത്തി എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ വഫാത്തിന്റെ ശേഷം നിങ്ങൾ ആ നിസ്കാരം രണ്ടാമത് ഇതുപോലെ ഒറ്റ ജമാഅത്തായി തുടങ്ങണം എന്ന് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, സഹാബത്ത് മുഴുവനും അത് മനസ്സിലാക്കി. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, റമദാനിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേക നിസ്കാരം സുന്നത്താക്കി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി 3 ദിവസം നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഫർളായി പോകുന്നത് പേടിച്ചിട്ട് നിർത്തിയതാണല്ലോ. അതുകൊണ്ട് ആ നിസ്കാരം രണ്ടാമത് തുടങ്ങണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി, സഹാബത്ത് മനസ്സിലാക്കി. അവരാ നിസ്കാരം തുടങ്ങി. എന്നാൽ ഇന്നത്തെ സലഫികളുടെ മുൻഗാമികളായ ഒരു പുത്തൻവാദികൾ ഉണ്ടായിരുന്നു. റാഫിളിയാക്കൾ എന്നാണ് അവരുടെ പേര്. ഇന്നത്തെ സലഫികളുടെ ഏകദേശ വാദങ്ങളും റാഫിളിയാക്കളെ വാദമാണ്. സലഫികളെ വാദമല്ലേ പടച്ചവന് കയ്യും കാലും ഉണ്ടെന്ന വാദം, അത് റാഫിളിയാക്കളെ വാദമാണ്. സലഫികളെ വാദമല്ലേ പടച്ചവൻ ഒരു കസേരയിൽ ഇരിക്കുകയാണ് എന്ന വാദം, അതും റാഫിളിയാക്കളെ വാദമാണ്. സലഫികളെ വാദമല്ലേ 3 തലാഖ് ചൊല്ലിയാൽ ഒറ്റയും പോവുകയില്ലെന്ന വാദം, അതും റാഫിളിയാക്കളെ വാദമാണ്. സലഫികളെ വാദമല്ലേ മാസം കണ്ടാൽ എടുക്കാൻ പാടില്ല, കണക്ക് കൂട്ടണമെന്ന വാദം, അതും റാഫിളിയാക്കളെ വാദമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് റാഫിളിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മുൻകാലത്ത് കഴിഞ്ഞുപോയി. അവര് സഹാബത്തിനെ ചീത്ത പറഞ്ഞവരായിരുന്നു, സഹാബത്ത് പിഴച്ചവരാണെന്ന് പറഞ്ഞവരായിരുന്നു. ആ റാഫിളിയാക്കൾ വാദിച്ചു, തറാവീഹ് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരമില്ല. പരിശുദ്ധ റമദാനിൽ ഒരു പ്രത്യേക നിസ്കാരം തറാവീഹ് എന്ന് പറഞ്ഞിട്ട് ഇല്ല. വിത്ർ സുന്നത്താണ്, അത് റമദാനിലും സുന്നത്താണ് എന്നല്ലാതെ ഒരിക്കലും തറാവീഹ് എന്നൊരു സുന്നത്ത് നിസ്കാരമില്ലെന്ന് റാഫിളിയാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികള് വാദിച്ചുകൊണ്ട് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി, സർവ്വ സഹാബത്തും പിഴച്ചുപോയി. കാരണം എന്താണ്? ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഒരു ഇല്ലാത്ത നിസ്കാരം അവരുണ്ടാക്കി. ഇശാഇന്റെ ശേഷം റമദാനിൽ ഒരു ഇല്ലാത്ത നിസ്കാരം ഉണ്ടാക്കിയത് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി, സഹാബത്ത് പിഴച്ചുപോയി എന്ന് റാഫിളിയാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികള് മുൻകാലത്ത് വാദിച്ചു. ആ വാദം കോപ്പിയടിച്ചതാണ് ഇന്നത്തെ സലഫികള്. അവരും പറയുന്നത് തറാവീഹ് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു നിസ്കാരമില്ല, വിത്ർ നിസ്കാരം തന്നെയാണ് തറാവീഹ്. തറാവീഹ് എന്നൊരു പ്രത്യേക നിസ്കാരമില്ലെന്നാണ് ഇപ്പോൾ സലഫികളുടെ വാദം. അത് റാഫിളിയാക്കളെ വാദമാണ്. കിതാബുൽ മബ്സൂത്തിൽ ഇമാം സർഖസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബും സഹാബത്തും ഒന്നാരംഗം പഠിപ്പിച്ച തറാവീഹിനെ ചോദ്യം ചെയ്യുന്ന വങ്കറത്ത് റാഫിളത്തു ലാ ബാറക്കല്ലാഹു ഫിഹാ. റാഫിളത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ തറാവീഹ് നിസ്കാരത്തെ നിഷേധിച്ചിരിക്കുന്നു. അല്ലാഹ് അവർക്ക് ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് ഇമാം സർഖസി റളിയല്ലാഹു അൻഹു 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുത്തെ കിതാബുൽ മബ്സൂത്തിൽ അതാ ദുആ ചെയ്തത് കാണാം. അപ്പൊ റാഫിളിയാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ തറാവീഹ് ഇല്ലെന്നും തറാവീഹ് പുനഃസംഘടിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്നും വാദിച്ചു. ആ വാദം ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് സലഫികൾ എന്ന് പറയുന്ന കക്ഷികൾ ഇപ്പോൾ തറാവീഹ് 11 വിത്റും തറാവീഹും ഒന്നാണെന്നും വാദിക്കുന്നത്. റാഫിളിയാക്കളുടെ ആശയം പ്രചരിപ്പിക്കാൻ തന്നെ.
റാഫിളിയാക്കളുടെ വാദം. അതിന്റെ കാരണം എന്ത്? അവർ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ വഫാത്തായതിനു ശേഷം ഇതിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് വേണ്ട എന്നാണ് പറഞ്ഞത്. എന്നാൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാവ് കൊണ്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യങ്ങളുണ്ട്, അവിടുത്തെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നതുണ്ട്, വ്യക്തമായി പറയാതെ വ്യംഗ്യമായി പഠിപ്പിച്ചു തന്നതുണ്ട്. ഈ പഠിപ്പിച്ചു തന്നതെല്ലാം അവിടുത്തെ സുന്നത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അതുപോലെ ആ നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആശയം അത് സഹാബത്ത് മനസ്സിലാക്കി ഒന്നടങ്കം ലോകത്ത് പഠിപ്പിച്ചു. ആ സഹാബത്തിൽ താബീകൾ മനസ്സിലാക്കി പഠിപ്പിച്ചു. അങ്ങനെ മുസ്ലിം ഉമ്മത്താകുന്ന, മുസ്ലിം സമുദായമാകുന്ന, മുസ്ലിം ഉമ്മത്താകുന്ന ജമാഅത്ത്, മുസ്ലിം സമുദായമാകുന്ന സംഘം, ആ സംഘം പഠിപ്പിച്ച ആശയം എന്താണോ, റസൂലുള്ള പഠിപ്പിച്ച ആശയം എന്താണോ, അതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതിൽ നിന്ന് തെറിച്ചു പോയവരാണ് റാഫിളിയാക്കൾ, അതിൽ നിന്ന് തെറിച്ചു പോയവരാണ് ശിയാക്കൾ, അതിൽ നിന്ന് തെറിച്ചു പോയവരാണ് മുഅ്തസിലിയാക്കൾ, അതിൽ നിന്ന് തെറിച്ചു പോയവരാണ് കറാമിയത്ത്, മുജസ്സിമത്ത് തുടങ്ങിയിട്ട് കുറെ പാർട്ടിക്കാരുണ്ട്. ആ പാർട്ടികളുടെ വാദങ്ങൾ ഓരോന്നോരോന്ന് കടമെടുത്തുകൊണ്ട് മുൻകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ പ്രവർത്തനം കൊണ്ട് കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയ, ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട റാഫിളിയാക്കളവാദവും മുഅ്തസിലിയാക്കളവാദമായിരുന്നു ഔലിയാക്കത്ത് കറാമത്തില്ല എന്ന വാദം, അതുപോലെ ഖബറിൽ അദാബില്ല എന്ന വാദം. ഇതെല്ലാം ഇപ്പൊ ഓരോ മൗലൈമാരും എടുത്തു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവ പുത്തൻവാദികളായി മുൻകാലത്തുള്ള പണ്ഡിതന്മാര് മുദ്ര കുത്തിയിട്ട് അവരെല്ലാം ദീനിന്റെ ശത്രുക്കളാണെന്ന് ലോകത്തിന് പഠിപ്പിക്കപ്പെട്ട പുത്തൻവാദികൾ അവരുടെ ആശയങ്ങൾ ഓരോന്നോരോന്ന് കടമെടുത്ത് പ്രഖ്യാപിക്കുകയാണ്. ഇപ്പോൾ സെലഫികൾ എന്ന് പറയുന്ന വിഭാഗമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. അപ്പൊ സുന്നത്ത് ജമാഅത്ത് നബിയും സഹാബത്തും താബീങ്ങളും മുസ്ലിം സമുദായം ഒന്നടങ്കം പഠിപ്പിച്ച ആശയം, ആ ആശയം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. അതിൽ നിന്ന് വിട്ടാൽ അവന്റെ കയ്യിലുള്ളത് ഇസ്ലാമല്ല. ഇതിന്റെ തെളിവാണ് നേരത്തെ മുത്തലിബ് മുസ്ലിയാർ ഇവിടെ ഓതിയത്. ഒരുപാട് ആയത്തുകൾ